Hey hello guys, welcome back to our channel. So ഇന്ന് നമ്മൾ നോക്കുന്നത് ജുജുത്സു കൈസൻ എന്ന ജാപ്പനീസ് അനിമെ TV സീരീസിന്റെ സീസൺ 2 21ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി ഒരു 2 എപ്പിസോഡ് കൂടിയേ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞാൽ സീസൺ 2 അവസാനിച്ചു. അടുത്തത് നമ്മൾ ഏത് അനിമയാണ് ചെയ്യേണ്ടതെന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ സമയം കളയാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ടോഡോയെയും യൂജിയെയും മഹിറ്റോ നല്ല രീതിക്ക് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അണ്ടർഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന അവർ രണ്ടുപേരും ഇപ്പൊ മുകളിലോട്ട് വരുവാണ്. ഇപ്രാവശ്യം എന്തായാലും നിന്നെ കൊന്നുകളയും. നമ്മൾ രണ്ടുപേരിലും ആരാ ജീവനോടിരിക്കുകയാണെന്ന് നമുക്ക് നോക്കാം എന്ന് പറയുവാണ് മഹിറ്റോ. ഏയ്, ഞാനിവിടെയുള്ള കാര്യം അങ്ങ് മറന്നുപോയോ നീ എന്ന് ടോഡോ അവനോട് ചോദിക്കുന്നു. പെട്ടെന്ന് ടോഡോ ക്ലാപ്പ് ചെയ്യുന്നു. യൂജി നിന്നിരുന്ന സ്ഥലത്തോട്ട് മഹിറ്റോ വരുന്നു. ടോഡോ മഹിറ്റോയെ പിടിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഓടി വരുന്ന യൂജി മഹിറ്റോയുടെ മോന്തക്കിട്ട് ഒരു ചവിട്ട് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് ആ അടി കൊള്ളാതിരിക്കാൻ മഹിറ്റോ തന്റെ തല തന്നെ വെട്ടുന്നത്. ഇതേ സമയം ടോജി പിടിച്ചു വെച്ചിരിക്കുന്ന ആ ശരീരത്തിൽ കൊച്ചിനോട് സമാനമായ ഒരു തല പ്രത്യക്ഷപ്പെടുന്നത്. സോ ആ ശരീരം അവരെ രണ്ടുപേരെയും അറ്റാക്ക് ചെയ്യുന്നു. ഇതേ സമയത്ത് തെറിച്ചുപോയ മഹിറ്റോയുടെ തല വേറൊരു ശരീരം അങ്ങോട്ട് കൊണ്ടുവരുന്നു. തന്റെ സോൾ മൾട്ടിപ്പിൾ സിറ്റി എന്ന് പറഞ്ഞ ടെക്നിക്ക് യൂസ് ചെയ്ത് ഒരുപാട് ട്രാൻസ്ഹ്യൂമൻ കേഴ്സുകളെ ഒറ്റ കേഴ്സാക്കി മാറ്റുന്നു. അങ്ങനെ ആ കേഴ്സ് ടോഡോയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഇതേ സമയം ടോഡോ രൂപമാറ്റാൻ പറ്റുന്ന കേഴ്സുകൾ ഗ്രേഡ് 2ഓ 3ഓ ആയിരിക്കും. അതുകൊണ്ട് പെട്ടെന്ന് അതിനെ ഇല്ലാതാക്ക് സഹോദര എന്ന് യൂജിയോട് വിളിച്ചു പറയുന്നു. പെട്ടെന്നാണ് ടോഡോയുടെ അടുത്തോട്ട് വന്ന ആ കേഴ്സ് ടോഡോയെ ഒറ്റയിടി അങ്ങ് ഇടിക്കുന്നത്. തെറിച്ചുപോയ ടോഡോ ഒരുപാട് ദൂരെ പോയി വീഴുവാണ്. അങ്ങോട്ട് വരുന്ന ആ കേഴ്സിന് നേരെ ഒരു ഏങ്കർ എടുത്ത് എറിയാണ് ടോഡോ. അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന ആ കേഴ്സിന്റെ പുറകിലോട്ട് ക്ലാപ്പ് ചെയ്ത് ടോഡോ വരുന്നു. അതിന്റെ മോന്തക്കിട്ടൊരു ഇടി അങ്ങ് കൊടുക്കുവാണ്. വീണ്ടും അതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്താണ് ടോഡോ കാര്യം മനസ്സിലാക്കുന്നത്. അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇതിന്റെ കഥ കഴിഞ്ഞോ? വളരെയധികം പവർഫുൾ ആയിരുന്നു, പക്ഷെ ഒരടി പോലും താങ്ങാൻ സാധിച്ചില്ല. അപ്പോഴാണ് ടോഡോ പുറകിലോട്ട് നോക്കുന്നത്. അതുപോലത്തെ 2 കേഴ്സ് ഇപ്പൊ അവന്റെ പുറകിൽ നിൽക്കുന്നുണ്ട്. തന്റെ കഴുത്തിലുണ്ടായിരുന്ന ഒരു ലോക്കറ്റിൽ കിസ് കൊടുത്ത് എന്നോട് ക്ഷമിക്കുക വേദന അനുഭവിക്കുന്ന ആത്മാക്കളെ എന്ന് പറയുവാണ് ടോഡോ. പിന്നീട് നമ്മൾ കാണുന്നത് ഒറ്റയ്ക്ക് കിട്ടിയ യൂജിയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന മഹിറ്റോയാണ്. ഒരുപാട് ട്രാൻസ്ഹ്യൂമൻ കേഴ്സുകളെ യൂജിക്ക് നേരെ പറഞ്ഞു വിടുന്നു. എന്നാൽ യൂജി അവിടെ ഉണ്ടായിരുന്ന ഒരു ബോർഡ് എടുത്ത് ഒരു കേഴ്സിന്റെ മണ്ടയിലോട്ട് എറിയുന്നു. പിന്നീട് മഹിറ്റോയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി യൂജി ശ്രമിക്കുന്നു. എന്നാൽ യൂജിയുടെ കാലിൽ പിടിച്ച് മഹിറ്റോ അവനെ തൂക്കിയെടുത്ത് എറിയുന്നു. അവന്റെ പുറകെ ഓടിച്ചെന്ന മഹിറ്റോ കാണുന്നത് ടോഡോയുടെ കൂടെ നിൽക്കുന്ന യൂജിനെയാണ്. എന്നെ നീ ഇവിടെ നിന്നും ജീവനോടെ വിട്ടാ പിന്നെ നീ ജീവനോടെ കാണില്ല മുത്തേ എന്ന് പറയാണ് ടോഡോ. ഞാൻ 2 പോളിഫ്ലോമിക് കേഴ്സുകളെ വിട്ടിട്ടും അവനെ കൊല്ലാൻ സാധിച്ചില്ലേ? അപ്പോ നിന്നെ ഇല്ലാതാക്കുന്നത് അത്ര സാധാരണ വിഷയമല്ലെന്ന് മനസ്സിലായി. ഇനി ഞാൻ ഡൊമൈൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സുക്കുണ എന്നെ കൊന്നുകളയും. സംഗതി കുറച്ച് സീനാണ്. അവനെ എന്റെ ഡൊമൈനിൽ നിന്നും പുറത്താക്കാൻ എന്റെ കയ്യിൽ ഒരുപാട് പ്ലാൻ ഉണ്ട്. പക്ഷേ ഏറ്റതൊരുടെ അടുത്ത് ഒരു പ്ലാനും വർക്കാവില്ല. അങ്ങനെയെങ്കിൽ ഞാനിപ്പോ എന്ത് ചെയ്യണം? എനിക്ക് പഠിപ്പിച്ചു തന്നവരെ Domain expansion. Self-embodiment of perfection. സോ മഹിറ്റോ ഇപ്പോ ഗോജോടെ പോലെ 0.2 സെക്കൻഡിന് വേണ്ടി അവന്റെ ഡൊമൈൻ എക്സ്പെൻഷൻ ഓപ്പൺ ചെയ്തിരിക്കുന്നു. പെട്ടെന്ന് തന്നെ ടോഡോ ആന്റി ഡൊമൈൻ ടെക്നിക് ഉപയോഗിക്കുന്നു. എന്നാൽ യൂജി ആണെങ്കിൽ ആ ഡൊമൈൻ ഫുൾഫിൽ ആവുന്നതിന് മുൻപ് മഹിറ്റോയെ തല്ലാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. ഇപ്രാവശ്യം നിനക്കെന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല സുഗ്ന, ഞാനിപ്പോ സേഫ് ആണ്. സാധാരണ നീ ഇറ്റാഡോറിയുടെ കൂടെ ചേർന്ന് ഒരു ബാക്കപ്പ് പ്ലാൻ വെച്ചിട്ടുണ്ടാവുമല്ലോ. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ഉപയോഗിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നീ ഇറ്റാഡോറിയായി മാറുന്നതിന് മുൻപ് നിന്നെ കൊന്നുകളയും. അതുകൊണ്ട് ആ വായ അടച്ചു വെച്ച് കളി കാണ്. സോ മഹിറ്റോ അവന്റെ ഡൊമൈൻ ഓപ്പൺ ചെയ്ത് 0.2 സെക്കൻഡ് കഴിഞ്ഞിരിക്കുന്നു. പെട്ടെന്ന് ടോഡോയുടെ ഒരു കൈ പൊട്ടിത്തെറിക്കുന്നത് പോലെ അവന് തോന്നുന്നു. പെട്ടെന്ന് തന്നെ അവൻ അവന്റെ കൈ അങ്ങ് മുറിച്ചു കളയുന്നു. പൊട്ടിത്തെറിച്ച ആ കൈകൾക്കുള്ളിൽ നിന്നും ഒരുപാട് കത്തികൾ പുറത്തോട്ട് വരുന്നു. ഇത് കണ്ട് ടോഡോനെ വിളിക്കുകയാണ് യൂജി. എന്നാൽ പെട്ടെന്ന് തന്നെ യൂജിനെയും കടന്ന് മഹിറ്റോ ടോഡോയുടെ അടുത്തോട്ട് പോകുന്നു. നീ അടുത്തോട്ട് വാ, ഇതിലും ഭംഗിയായി ഞാൻ നിന്നെ മാറ്റിത്തരാം എന്ന് പറഞ്ഞ് മഹിറ്റോ അവനെ തൊടാൻ വേണ്ടി പോകുന്നു. ഒരു ഡൊമൈൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ശരീരത്തിലിരിക്കുന്ന നാച്ചുറൽ ടെക്നിക് ബലഹീനമായി മാറും. അതുകൊണ്ട് അത് നമ്മളെ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഹൈസ്കൂളിൽ നടന്ന ആ ഫൈറ്റിന് ശേഷമാണ് മഹിറ്റോക്ക് അത് ഒരുപാടധികം മനസ്സിലായത്. സോ മഹിറ്റോ അവന്റെ ടെക്നിക് യൂസ് ചെയ്യാതെ ബ്ലാക്ക് ഫ്ലാഷ് വെച്ച് ടോഡോയെ അടിക്കുന്നു. ടോഡോയുടെ വയറ്റിനിട്ട് കുത്തിയ മഹിറ്റോക്ക് അവന്റെ കേഴ്സ് എനർജി അവന്റെ വയറ്റിനകത്താണ് സൂക്ഷിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാവുന്നു. ഇപ്പൊ എന്റെ ടെക്നിക് വർക്കാവാൻ തുടങ്ങി. അവനെ കൊണ്ട് കൈയടിക്കാൻ പറ്റുന്നില്ല. ഇപ്രാവശ്യം തീർച്ചയായിട്ടും ഞാൻ നിന്നെ കൊന്നുകളയും എന്ന് പറഞ്ഞുകൊണ്ട് മഹിറ്റോ ടോഡോക്ക് നേരെ ഓടുന്നു. പെട്ടെന്ന് തന്നെ ടോഡോയുടെ കഴുത്തിലുണ്ടായിരുന്ന ലോക്കറ്റ് പൊട്ടി താഴെ വീഴുന്നു. അതിനകത്ത് 2 പേരുടെ ഫോട്ടോ ഉണ്ട്. നമ്മുടെ യൂജിയും അവന്റെ ഫേവറേറ്റ് ക്യാരക്ടറായിട്ടുള്ള ടക്കാഡയുടെയും ഫോട്ടോ. സോ ടോഡോ ഇപ്പോ ഇമാജിനേഷൻ തുടങ്ങിയിരിക്കുന്നു. ടക്കാഡ അവനെ സഹായിക്കാൻ വേണ്ടി വന്നതുപോലെ. അങ്ങനെ ടോഡോയും ടക്കാഡയും കൂടി ചേർന്ന് നല്ല രീതിക്ക് മഹിറ്റോയെ പരിക്കേൽപ്പിക്കുന്നു. ആക്ച്വലി ടോഡോയാണ് ഒറ്റയ്ക്ക് മഹിറ്റോയെ അടിക്കുന്നത്. ബാക്കി അവൻ ഇമാജിൻ ചെയ്യുന്നതാണ്.
ഫൈറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ടക്കാഡയുടെ കയ്യിലടിക്കുന്നത് പോലെ ടോഡോ മഹിറ്റോടെ കൈയിനിട്ട് ഒറ്റ അടി കൊടുക്കുന്നു. സോ ടോഡോ നിന്നിരുന്ന സ്ഥലത്തോട്ട് ഇപ്പൊ യൂജി ഇട്ട് ദൂരി വരുന്നു. വന്നുടനെ തന്നെ ബ്ലാക്ക് ഫ്ലാഷ് വെച്ച് യൂജി മഹിറ്റോടെ മോന്ത കിട്ടുന്ന കൊടുക്കുന്നു. വെറും 0.1 സെക്കൻഡ് മാത്രമേ ടോഡോ മഹിറ്റോയെ തൊട്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവനൊന്നും തന്നെ സംഭവിക്കുന്നില്ല. എന്നാൽ അവന്റെ കൈ നല്ല രീതിക്ക് പൊള്ളിപ്പോകുന്നു. ഓടിക്കൊണ്ടിരിക്കുന്ന യൂജിയെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ടോഡോയുടെ ബോധം പോകുന്നത്. ഇതിനി ഞാൻ നോക്കിക്കോളാം, ഒരുപാട് നന്ദിയുണ്ട് ടോഡോ, ഒരുപാട് നന്ദിയുണ്ട് എന്ന് യൂജി പറയുന്നു. വീണ്ടും യൂജിയുടെ കൈകൊണ്ട് ബ്ലാക്ക് ഫ്ലാഷ് വെച്ച് കിട്ടിയത് കൊണ്ട് തന്നെ മഹിറ്റോക്ക് ഒരു കാര്യം മനസ്സിലാവുന്നു. മഹിറ്റോയുടെ ആത്മാവിന്റെ യഥാർത്ഥ രൂപം അതല്ല, ഐഡിയൽ ട്രാൻസ്ഫിഗറേഷൻ. അങ്ങനെ മഹിറ്റോ തന്റെ പവർഫുൾ വേർഷൻ പുറത്തു കൊണ്ടുവരുന്നു. ഇതിനു മുൻപ് ഇവൻ ഇങ്ങനെ രൂപം മാറിയിട്ടില്ലല്ലോ, എന്തോ വലുത് സംഭവിക്കാൻ പോകുന്നു എന്ന് യൂജി പറയുന്നു. ബ്ലാക്ക് ഫ്ലാഷ് യൂസ് ചെയ്തതിനു ശേഷമാണ് വഴി തെറ്റിപ്പോയ എന്റെ ആത്മാവിന്റെ യഥാർത്ഥ രൂപം എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. ഇത് വളരെ അത്ഭുതമായിട്ടുണ്ടല്ലോ. മറ്റുള്ളവരുടെ ആത്മാവിനെ തേടിപ്പോകുന്നത് പോലെ എന്റെ ആത്മാവിനെ നീ എന്താ തേടിപ്പോവാത്തെ? നീ പറഞ്ഞത് ശരിയാ, പക്ഷേ ഇനിയാണ് കഥ ആരംഭിക്കാൻ പോകുന്നത്. നിന്നെ കൊന്നതിന് ശേഷം ഈ ലോകത്ത് വീണ്ടും ഞാൻ ജനിച്ചു വരും. പിന്നീട് നമ്മൾ കാണുന്നത് യൂജിയുടെയും മഹിറ്റോയുടെയുള്ള ഭയങ്കരമായിട്ടുള്ള ഫൈറ്റ് ആണ്. യൂജി മഹിറ്റോയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്താണ് അവന്റെ ബോഡി സ്റ്റീല് പോലെ തോന്നുന്നത്. എന്താ ഇവിടെ നടക്കുന്നേ എന്നുള്ള കാര്യം യൂജിക്ക് മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് തന്നെ മഹിറ്റോ യൂജിയെ അറ്റാക്ക് ചെയ്യുന്നു. യൂജിയുടെ കൈ അങ്ങ് മുറിയുന്നു. ബ്ലാക്ക് ഫ്ലാഷ് ഉപയോഗിച്ചതിന് ശേഷമാണ് എന്റെ അൺപ്രഡൽഡ് സോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായത് എന്ന് മഹിറ്റോ പറഞ്ഞത് അവൻ ആലോചിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിനർത്ഥം എനിക്ക് ഇവനെ തോൽപ്പിക്കാൻ പറ്റില്ലെന്നാണോ എന്ന് പറഞ്ഞുകൊണ്ട് യൂജി അവനെ വാരിക്കോരി അടിക്കുന്നു. എന്നാൽ അതൊന്നും മഹിറ്റോക്ക് കൊള്ളുന്ന പോലുമില്ല. അങ്ങനെ മഹിറ്റോ അവനെ ഭൂമിയുടെ അടിയിലൂടെ ഒഴുകുന്ന ഡ്രെയിനേജ് പൊട്ടിച്ച് അതിനകത്തോട്ട് കൊണ്ടുപോകുന്നു. എന്തൊക്കെ സംഭവിച്ചാലും എനിക്കിതിനെ തോൽപ്പിച്ചേ പറ്റൂ. ഇതുവരെ ബ്ലാക്ക് ഫ്ലാഷ് തന്റെ ഇഷ്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സോഴ്സറേഴ്സ് ഉണ്ടായിട്ടില്ല. ഇതിനെ തോൽപ്പിക്കാൻ അതല്ലാതെ വേറെ വഴിയുമില്ല എന്ന് യൂജി ചിന്തിക്കുന്നു. ഇതേ സമയം മഹിറ്റോ അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു. പെട്ടെന്ന് മഹിറ്റോയുടെ വായിൽ നിന്നും ബ്ലഡ് വരുന്നു. ഒരു സെക്കൻഡ് മാത്രമേ ബ്ലാക്ക് ഫ്ലാഷ് ഉപയോഗിച്ചിട്ടുള്ളൂ. എന്നാൽ വെറും 0.2 സെക്കൻഡ് മാത്രം ഉപയോഗിച്ച ഡൊമൈൻ എക്സ്പെൻഷൻ ആണ് താങ്ങാൻ സാധിക്കാത്തത് എന്ന് മഹിറ്റോ പറയുന്നു. നമ്മൾ രണ്ടുപേരും ഇപ്പോഴും ജീവനോടെയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് മഹിറ്റോ യൂജി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. പെട്ടെന്ന് തന്നെ യൂജി ബ്ലാക്ക് ഫ്ലാഷ് യൂസ് ചെയ്ത് മഹിറ്റോയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇത് മനസ്സിലായ മഹിറ്റോ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. പെട്ടെന്ന് പുറകിലൂടെ വന്ന മഹിറ്റോ യൂജി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. പെട്ടെന്ന് തന്നെ മഹിറ്റോയുടെ യഥാർത്ഥ രൂപത്തിന്റെ പവേഴ്സ് കുറയുവാണ്. ഡൊമൈൻ എക്സ്പെൻഷൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഒരുപാട് എനർജി ആവശ്യമാണ്. മഹിറ്റോ അവന്റെ എനർജി എല്ലാം അവിടെ ഇൻവെസ്റ്റ് ചെയ്തത് കൊണ്ട് തന്നെ ഇപ്പൊ ഇവിടെ ഫൈറ്റ് ചെയ്യാൻ അവന് എനർജി ഇല്ല. സോ യൂജി മഹിറ്റോയെ അറ്റാക്ക് ചെയ്യുന്നു. തന്റെ മറ്റേ കയ്യിലുണ്ടായിരുന്ന സോഡ് ഉപയോഗിച്ച് മഹിറ്റോ യൂജി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്താണ് ടോഡോ അങ്ങോട്ട് വരുന്നത്. ഹേയ് ശപിക്കപ്പെട്ട ആത്മാവേ, ഇതിനോടകം തന്നെ നിനക്കെല്ലാം മനസ്സിലായി കാണും. ആയുധങ്ങൾ വെറും അലങ്കാരം മാത്രമാണ്. കൈയടിക്കുന്നത് ആത്മാവിന്റെ ഒരു ആഹ്ലാദമാണ് എന്ന് പറഞ്ഞ് ടോഡോ കൈയടിക്കുന്നു. പെട്ടെന്ന് തന്നെ മഹിറ്റോ സ്ഥലം മാറുന്നു. പക്ഷെ ഇവിടെ വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം ഉണ്ടായി. എന്റെ ബോഗി വോഗി മരിച്ചുപോയി എന്ന് ടോഡോ പറയുന്ന സമയത്താണ് യൂജി മഹിറ്റോയെ ബ്ലാക്ക് ഫ്ലാഷ് വെച്ച് അറ്റാക്ക് ചെയ്യുന്നത്. തെറിച്ചുപോയ മഹിറ്റോ താഴെ വീഴുന്നു. അവന്റെ യഥാർത്ഥ രൂപത്തിലാവുന്നു. തന്റെ എനർജി എല്ലാം നഷ്ടപ്പെട്ട് ഒരു സാധാരണ കഴ്സിനെ പോലെ ആയിരിക്കുവാണ് മഹിറ്റോ. മഹിറ്റോ തന്റെ മരണത്തെ മുന്നിൽ കാണുന്നു. നീ പറഞ്ഞത് ശരിയാണ് മഹിറ്റോ, നീ തന്നെയാണ് ഞാൻ നിന്നെ മുഴുവനായിട്ടും ഇല്ലാതാക്കണമെന്ന് വിചാരിച്ചു. നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവാത്തതുപോലെ അഭിനയിച്ചു. ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല, കാരണം നീ ജീവനോടെ ഉണ്ടാവില്ലല്ലോ. ഇനി ഒരു പക്ഷെ പുതിയൊരു കേസായി നീ തിരിച്ചു വന്നാലും അപ്പോഴും നിന്നെ കൊല്ലും. ഇനി നിന്റെ പേര് മാറ്റിയാലും ശരി, നിന്റെ രൂപത്തെ മാറ്റിയാലും ശരി, ഒരു കാരണവുമില്ലാതെ നിന്നെ കൊന്നുകളയും. ചില സമയത്ത് യാതൊരുവിധ കാരണങ്ങളും ഉണ്ടാവില്ല. ഒരു പക്ഷേ അതിന് കാരണം കിട്ടുന്നത് 100 കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും. ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം, ഈ ചക്രത്തില് ഒരു പുള്ളി മാത്രമാണ് ഞാൻ മരിക്കുന്നത് വരെ എല്ലാ കേഴ്സുകളെയും ഇല്ലാതാക്കും എന്ന് ദേഷ്യത്തോടെ യൂജി പറയുന്നു. ഇതേ സമയത്ത് തന്നെ മഹിറ്റോ ഇമാജിനേഷൻ തുടങ്ങുന്നു. ഒരുപാട് മഞ്ഞ് പെയ്യുന്ന ഒരു സ്ഥലം. മുയലുകളെ വേട്ടയാടാൻ വരുന്ന ചെന്നായ്ക്കൾ അവിടെ മുയലായിട്ട് മഹിറ്റോക്ക് തന്നെ തന്നെയാണ് തോന്നുന്നത്. ഓടിക്കൊണ്ടിരിക്കുന്ന മഹിറ്റോയുടെ കാൽ പെട്ടെന്ന് ഒടിയുന്നു. അവനെ കൊണ്ട് ഓടാൻ സാധിക്കുന്നില്ല. ചെന്നായ അവന്റെ തൊട്ട് പുറകിൽ വന്നു നിൽക്കുന്നു. തന്റെ മരണത്തെ മുന്നിൽ കണ്ട മഹിറ്റോ പേടിച്ചു വിറച്ച് ചളി വാരി എറിയുവാണ് യൂജിക്ക് നേരെ. പെട്ടെന്ന് യൂജി അവൻ ഇടിക്കാൻ വേണ്ടി നിൽക്കുന്നു. എന്നാ അത് അവന്റെ മേത്ത് കൊള്ളുന്നില്ല. യൂജി കാൽ വെച്ച് ഒറ്റ അടി അടിക്കുവാണ് മഹിറ്റോയെ. തെറിച്ചുപോയ മഹിറ്റോ നിറങ്ങി അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പെട്ടെന്നാണ് അവന്റെ മുമ്പിലോട്ട് ഒരാൾ വരുന്നത്. അവനെ കണ്ട് യൂജി ഒരു നിമിഷം അവനെ തന്നെ നോക്കുന്നു. സോ ഗെറ്റോ ആയിരുന്നു അത്. ഞാൻ നിന്നെ രക്ഷിക്കട്ടെ മഹിറ്റോ എന്ന് ഗെറ്റോ അവനോട് ചോദിക്കുന്നു. സോ അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.
ഇനി രണ്ട് എപ്പിസോഡ് കൂടിയേ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞാൽ സീസൺ 2 അവസാനിച്ചു. സോ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡായിട്ട് അടുത്ത ദിവസം വരാതെ വരയ്ക്കും. ബൈ.